ഈ പ്രദേശത്ത് അതായത് ഇവർ പണം നൽകിയെന്ന് ആരോപിച്ച് പറയുന്ന കണ്ണാടി ഈ മേഖലയിൽ എത്തിച്ചേർന്നുണ്ട്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ജനാധിപത്യ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യമൊന്നും എവിടെയും നിഷേധിക്കുന്നില്ല. എല്ലാ വീട്ടിലും വോട്ട് ചോദിക്കാനുള്ള അധികാരം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ട്. പക്ഷേ ഇങ്ങനെ പണം നൽകി വോട്ട് സ്വാധീനിക്കുന്ന രീതി വലിയ മോശമാണ്. അത് ഇനി അവരുടെ പരാജയ ഭീതി കൊണ്ടായിരിക്കും അവരിതിപ്പോൾ ഇങ്ങനെയുള്ള. അമ്മ ഇച്ചിരി വയ്യാതിരിക്കുന്ന ഒരു അമ്മയാണ്. അമ്മ വീട്ടിൽ തന്നെയുണ്ട്. നിങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെ ഈ പണം നൽകുന്നത് എങ്ങനെയാണ് കണ്ടെത്തിയത്? നമ്മുടെ ഇന്നത്തെ സ്ക്വാഡ് വർക്കുകളെല്ലാം കഴിഞ്ഞ് ഈ വാർഡിൻ്റെ മുൻ മെമ്പറായിട്ടുള്ള വിനേഷ് എന്ന് പറയുന്ന ആൾ എപ്പോൾ വരികയായിരുന്നു. അപ്പോൾ കുറച്ച് ഇവിടെ ഒരു തൊട്ടടുത്തൊരു മരണ വീട്ടിലേക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന സമയത്താണ് ഈ അമ്മയെ കാണുന്നത്. അമ്മയെ കണ്ട് അമ്മയോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ആളുകൾ പുറകിൽ വന്ന് നോക്കുമ്പോൾ പൈസ 5000 രൂപ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ വന്നൊരു വേറൊരു സ്ത്രീ വന്ന് കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് ആ വീഡിയോ നമുക്ക് ലഭിക്കുന്നത്. ഇതിനുശേഷം ശോഭാ സുരേന്ദ്രനുമായി ഇവർ നമ്മുടെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ വാക്ക് തർക്കമുണ്ടായി. അവർ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയൊക്കെയുണ്ടായി. അപ്പോൾ ഇത് എവിടെ വെച്ചാണ് സംഭവിച്ചത്? പണം നൽകി മടങ്ങുന്നതിനിടെയാണോ? എങ്ങനെയാണത്? എങ്ങനെയാണ് പണം നൽകി മടങ്ങുന്നതിനിടെ കുറച്ചൊരു 100 മീറ്റർ അപ്പുറം വെച്ചാണ് ഈ വണ്ടി തടഞ്ഞ് ആ വീഡിയോ മൊബൈൽ ഫോൺ എടുത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വാക്ക് തർക്കം നൽകിയത്. പ്രിയപ്പെട്ട മുൻ മെമ്പർ അവിടെ ഉണ്ട്. മൂപ്പര് പറഞ്ഞു, നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ എല്ലാ വീട്ടിലും വോട്ട് ചോദിച്ച് കയറാനുള്ള അധികാരമുണ്ട്. ഇന്ന് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഒരു സമയം, നിശബ്ദ പ്രചരണം നടക്കുന്ന സമയം, പൈസ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുന്നത് മോശമാണ് എന്ന് പറയുകയും അങ്ങനെ അവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയാണ് ചെയ്തത്. മറ്റുള്ള എവിടെയെങ്കിലും ഇത് ഈ വീട്ടിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്? അത് മറ്റാർക്കെങ്കിലും ഇത് പണം കൊടുത്തിരുന്നു? അത്തരത്തിൽ സ്വാധീനം നടത്തിയിരുന്നു അവർ? കഴിഞ്ഞ ദിവസം തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ വരികയുണ്ടായി സ്ഥാനാർത്ഥി. ആ അമ്പലത്തിൽ 50,000 രൂപ കൊടുത്തു എന്നാണ് അവിടുത്തെ ആളുകൾ തന്നെ പറയുന്നത്. നിരന്തരമായിട്ട് പല മേഖലകളിൽ ഒരു മരണ വീട്ടിൽ പോയാൽ 10,000 രൂപ കൊടുക്കുന്നു, അമ്പലത്തിൽ പോയാൽ 25,000 കൊടുക്കുന്നു, 50,000 കൊടുക്കുന്നു. ഇന്ന് റോട്ടിൽ കണ്ടൊരു പാവപ്പെട്ട ഒരു അമ്മയ്ക്ക് 5,000 രൂപ കൊടുത്ത് ഇങ്ങനെ പൈസ കൊടുത്ത് വോട്ട് സ്വാധീനിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഈ പാലക്കാടുള്ളത്. കൊടുത്തവർ NDAയുടെ ഇവിടുത്തെ ഭാരവാഹികളോ അതോ മറ്റു BJPയുടെ ഭാരവാഹികളോ മറ്റോ ആണോ അതോ പ്രവർത്തകരാണോ? എങ്ങനെയാണ്? അവരൊരു 3 കാറിലായിട്ടാണ് വന്നത്. ഇവിടെ ഇല്ലാത്ത മുഖപരിചയമില്ലാത്ത ആളുകളാണ് ഈ പൈസ കൊടുത്തിട്ടുള്ളത്. അവരെ നമുക്ക് ഈ പ്രാദേശികമായിട്ടുള്ള നേതാക്കളൊന്നുമല്ല, മുഖപരിചയമില്ലാത്ത ആളുകളാണ് കൊടുത്തത്. അവരുടെ കൂടെ വന്നൊരു സ്ത്രീയാണ് ആ പൈസ ആ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും അല്ലെങ്കിൽ നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു? ആ വണ്ടിയിലുണ്ടായിരുന്നു. ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ആ സമയത്താണോ ഈ ദൃശ്യങ്ങൾ പകർത്തിയത്? അവർ കയറിപ്പോയി അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നൊരു സ്ത്രീയാണ് ആ അമ്മയ്ക്ക് പൈസ കൊടുത്തത്. വാക്ക് തർക്കം ഉണ്ടായി. അപ്പോൾ ഇവർ തിരിച്ച് ഭീഷണിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം, എന്തിന് ഫോണിൽ വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം ഉണ്ടായിരുന്നു.